പിന്നെ നാസി ഈ അടുത്ത് നമ്മള് ജയന്റെ കസിനായ ഹാഫിലിന്റെ കൂടെ ഇന്തോനേഷ്യ പോയി. അവിടെ പോയപ്പോൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള സ്റ്റോറീസ് എക്സ്പീരിയൻസ്? ഇന്തോനേഷ്യ ബാലി ഓവർ റേറ്റഡ് ആണ്, അൺറേറ്റഡ് ആണ്, ആക്യുറേറ്റ്ലി റേറ്റഡ് ആണോ? ബാലി ചോദ്യം പ്രാപ്തി എലിസബത്തിനോടായിരുന്നു ചോദിച്ചിരുന്നത്. ബാലിന്റെ ചോദിച്ചിരുന്നു. ബാലി I would say accurately rated ആണ്. ബാലിയില് അധികം ഫോറിനേഴ്സ് ഒക്കെ എത്തിയിട്ട് നല്ല ലൊക്കേഷൻ ആണ്. പിന്നെ ബാലി മാത്രല്ല, ഇന്തോനേഷ്യ പറഞ്ഞ കുറെ ഐലൻഡ്സ് ഉണ്ട്. ഐ തിങ്ക് 10,000 സംതിങ് ഐലൻഡ്സ് ഉണ്ട്. ഇന്തോനേഷ്യ ഫിലിപ്പൈനൊക്കെ ഫിലിപ്പീൻസിൽ 50,000 ഐലൻഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. 38,000 ഉണ്ട്. അതെ, ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥലം ഫിലിപ്പീൻസ് ആണ്. അടിപൊളിയാണ്, എനിക്ക് പോകണം. അവിടെ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ നൈസാണ്. നമ്മൾ ഇന്തോനേഷ്യ പോയി സ്ക്യൂബ ഡൈവ് ചെയ്തു. പക്ഷെ ഇന്തോനേഷ്യയില് കുറെ അൺഎക്സ്പ്ലോർഡ് ഐലൻഡ്സ് ഉണ്ട്, ഇങ്ങനെ ഒറ്റ ഇട്ട് കിടക്കുന്നത്. അതൊക്കെ നൈസാണ്. അവിടെ കുറെ ട്രൈബ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് ഒരു വില്ലേജ് പോയിരുന്നു, ഒരു ട്രൈബിനെ കാണാൻ. അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലിന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകണം, വേറൊരു ഐലൻഡാ, ലംബോക്ക് എന്ന് പറയും. അല്ല, ലംബോക്ക് ആ സ്ഥലത്തിന്റെ പേര്. ഫ്ലോറസ് ആണ് ഐലൻഡിന്റെ പേര്. ഫ്ലോറസ് ഐലൻഡ് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറെ ഹൈക്കൊക്കെ ചെയ്ത് കാടിന്റെ ഉള്ളിലാണ്. അവര് കാടിന്റെ അകത്ത് താമസിക്കുന്ന ഒരു ടീമാണ്, കാട്ടിലെ മക്കൾ എന്നുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ അവര് നമ്മളെ വിസിറ്റേഴ്സിനെ എടുക്കും, എന്നിട്ട് അവർക്ക് ചെറിയ പേയ്മെന്റ് എടുത്താൽ അവർ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. അവിടുത്തെ ഒരു ഹട്ട് ഭയങ്കര ഭംഗിയാ. അവര് ലിറ്ററലി നാസിക ഹട്ടിലാണ് താമസിച്ചത്. അത് വലിയ ഹട്ട്, നല്ല ഹൈറ്റില് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഉള്ളിൽ നല്ല ഏരിയ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മള് ഈ ഫ്ലോറസ് ഐലൻഡ് പോയിട്ട് പിന്നെ അവിടുന്ന് ഒരു വണ്ടി, അവിടുന്ന് റെന്റിന് നമുക്ക് വണ്ടി കിട്ടില്ല. ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു, ഡ്രൈവർ വെച്ചിട്ടേ കിട്ടുള്ളൂ. ഒരു ഡ്രൈവറെ ഹയർ ചെയ്ത് മൂപ്പര് ഞങ്ങളെ അങ്ങോട്ട് ലൊക്കേഷനിലേക്ക് 5 hour ഡ്രൈവ് ഉണ്ട്. അത് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയറിങ്ങാ, ഭയങ്കര ഇങ്ങനെ കർവി റോഡ്സ്. പിന്നെ അവിടെ എത്തി, പിന്നെ അവിടുന്ന് പിന്നെ ഹൈക്ക് ചെയ്യണം. അല്ല, അവിടുന്ന് പിന്നെ ബൈക്കില് കുറച്ചു നേരം പോകണം. അതായത് അവിടുത്തെ ലോക്കൽസ് പൈസ ഉണ്ടാക്കാനുള്ള വേറെ മാർഗം. അതായത് കാറ് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇനി ബാക്കി ബൈക്കിൽ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഓരോ ബൈക്കിൽ ഓരോ മിഷനൊക്കെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ എന്നിട്ട് ഞങ്ങൾ ബാക്കിൽ കയറും. എന്നിട്ട് നമ്മളെ ആ പോയിന്റിൽ എത്തിച്ചേരും. എന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് കാട്, നല്ല ഭംഗിയുള്ള കാടിനുള്ളിൽ കൂടെ പോയിട്ട് ഭയങ്കര ഒറ്റപ്പെട്ടൊരു സ്ഥലം, നല്ല പച്ചപ്പൊക്കെ ഒരു കാട്. ഞങ്ങൾ എന്നിട്ട് സൺസെറ്റ് ടൈമിൽ എത്തി. ആ കിട്ടിയ സൺസെറ്റും അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് നമ്മളൊരു ഗൈഡ് ഉണ്ട് കേട്ടോ. ഗൈഡ് ആദ്യം പറയും, നിങ്ങൾ നേരെ എത്തിയ വീഡിയോസും ഫോട്ടോസും എടുക്കരുത്. ആദ്യം നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സംസ്കാരത്തില് നമ്മളവര് വെൽക്കം ചെയ്യണം. അപ്പൊ ഒരു സെറമണി പോലെ എന്തോ ഉണ്ട്. അപ്പൊ നമുക്ക് വ്ലോഗ് എടുക്കുകയാണെങ്കിൽ സെറമണി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം എത്തി കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസ് എടുക്കണ്ട, ഈ സെറമണി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എടുത്തു, കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് അറിയുന്ന ഒരുത്തനുണ്ട് ട്രൈബിലെ, ഞങ്ങളെ വെൽക്കം ചെയ്തു. എന്നിട്ട് ഞങ്ങളൊരു ഹട്ട് പോയി. അപ്പൊ അവിടുത്തെ ഒരു വലിയ മൂപ്പൻ മച്ചാൻ എന്നിട്ട് ഇരുന്നിട്ട് മൂപ്പരെ ഭാഷയിൽ എന്തൊക്കെയോ കുറെ പറഞ്ഞു. എന്നിട്ട് എവിടെ നിന്നൊക്കെ വരുന്നൊക്കെ ചോദിച്ചു. അപ്പൊ കാനഡ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഭാഷയുടെ ഇടയിൽ കാനഡ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവസാനം ഇങ്ങനെ പറഞ്ഞു, യു ആർ വൺ ഓഫ് അവർ ട്രൈബ് എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ സെറിമണി കഴിഞ്ഞു. മൂപ്പർക്ക് എന്തോ ഒരു മറ്റേത് കൊടുക്കൂലേ, പൈസ ദക്ഷിണൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കലിറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലം, ഒരു 6-7 ഹട്ട്, വലിയ ഹട്ട്. അപ്പൊ അന്ന് ഞങ്ങൾ പോയപ്പോ വേറെ കോളേജിലത്തെ കുറച്ച് സ്റ്റുഡൻസ് വന്നു ഇന്തോനേഷ്യത്തിൽ. അപ്പൊ അവരൊക്കെ മീറ്റ് ചെയ്തു. അവർക്ക് നമ്മളെ കണ്ടപ്പോ ഭയങ്കര നമ്മള് വലിയ ട്രാവലേഴ്സ് എന്നൊക്കെ രീതിയിൽ